ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കിളിമീൻ കറിയാണ്. അതിനെ ചില സ്ഥലത്ത് കിളിമീൻ എന്നും ചില സ്ഥലത്ത് അതിനെ സുൽത്താൻ എന്നും പറയും. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ചട്ടി ചൂടായിരിക്കുകയാണ്. അതിലോട്ട് നമ്മൾ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. എണ്ണ ചൂടായി വന്നിരിക്കുകയാണ്. അതിലോട്ട് നമ്മൾ കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് നന്നായി ചൂടായ എണ്ണയിലോട്ട് കടുക് ഇട്ട് കൊടുത്തു. കുറച്ച് ഉലുവയും കൂടെ പൊട്ടുന്ന കടുകിലോട്ട് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. നമ്മൾ അതിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. അതിലോട്ട് നമ്മൾ ഒരു 2-3 പച്ചമുളക് നടുവേ കീറിയിട്ടതാണ്, അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നീട് അതിലേക്ക് നമ്മൾ കഴുകി വെച്ച കുറച്ച് കരിയാപ്പിലയും അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ മഞ്ഞൾപ്പൊടി അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ആവശ്യത്തിന്, അത് ഓപ്ഷണലാണ്. നമ്മൾ ചാറിന് നല്ല കട്ടി കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. കുറച്ചേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ, കാരണം ഓവർ ഇട്ട് കൊടുത്താൽ അത് അഴുക്കായി പോവും. പിന്നെ നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. മുളക് പൊടി ഒരു 2-2.5 സ്പൂൺ വരെ മുളക് പൊടി ഇട്ട് കൊടുത്തു. ഇനി അതെല്ലാം കൂടെ ശരിക്ക് ഇളക്കി പൊടികളെല്ലാം കൂടെ നന്നായിട്ട് മൂപ്പിക്കാൻ പോവുകയാണ്. നമ്മുടെ പൊടികളെല്ലാം നല്ല രീതിയിൽ മൂത്ത് വന്നിരിക്കുകയാണ്. നമ്മൾ കുടംപുളി നന്നായി കഴുകി ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അതിനെ നമ്മൾ കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മൾ മീനിൻ്റെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തു. ഇനി അത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് തീ കൂട്ടി വെച്ച് ഇനി നമ്മൾ അടച്ചു വെച്ച് അതിനെ മീൻ ആവശ്യമായ വെള്ളം നല്ല രീതിയിൽ തിളപ്പിക്കാൻ പോവുകയാണ്. നമ്മൾ തിളയ്ക്കാൻ ഇരിക്കുന്ന ആ ചാറിലോട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അതെല്ലാം കൂടെ കിടന്ന് ഒരുമിച്ച് നന്നായിട്ട് തിളച്ച് വരേണ്ടതാണ്. നമ്മുടെ ചാറ് നല്ല രീതിയിൽ വെട്ടി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനാണ്, അതിനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. നമ്മൾ കഷ്ണമെല്ലാം ഇട്ട് കൊടുത്തിരിക്കുകയാണ്. മീനെല്ലാം ചാറിൽ മുങ്ങിക്കിടക്കുകയാണ്. ഇനി നമുക്കൊരു 10-15 മിനിറ്റ് അതിനെ ചെറുതീയിൽ അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. 10 മിനിറ്റായി നമ്മൾ മീൻ അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കിക്കൊണ്ട് നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് സ്പൂൺ വെച്ച് പതുക്കെ ഒന്ന് ഇളക്കാം, മീൻ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോവാതെ. ഇനി നമുക്ക് ചാറ് പറ്റിക്കാൻ അടുപ്പിച്ച് കുറച്ച് ചാറ് കൂടുതലാണ്. സോ നമുക്ക് ചാറ് പറ്റിക്കാനായിട്ട് നമുക്കിനി ചെറുതീയിൽ കുറച്ച് നേരം കൂടെ വെക്കാം. നമ്മുടെ മീനിൻ്റെ ചാറെല്ലാം ശരിക്കും നന്നായിട്ട് തിക്കായിട്ട് നല്ല പറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തുകൊണ്ട് അതിലോട്ട് നമ്മൾ പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ അതിലോട്ട് കരിയാപ്പിലയും കുറച്ച് മുകളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് അടച്ച് വെച്ച് ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് പിന്നെ തുറന്ന് നോക്കാവുന്നതാണ്. അടച്ച് വെക്കാൻ പോവുകയാണ്. ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് സെർവ് ചെയ്യാം. നമ്മുടെ സ്വാദിഷ്ടമായ കിളിമീൻ കറി ഇവിടെ റെഡിയായിരിക്കുകയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഗ്രേവി മാത്രം മതി നമുക്ക് ചോറുണ്ടാനായിട്ട്, അത്രയ്ക്ക് ടേസ്റ്റി ഉള്ളതാണ്. എല്ലാവരും ഈ കിളിമീൻ കറി ട്രൈ ചെയ്ത് നോക്കുക.